2020 ഓഗസ്റ്റ് മാസം കാസർഗോഡ് പൂച്ചക്കാട് ഗ്രാമത്തെ നടുക്കിയ ഒരു വാർത്തയാണ് പ്രഭാതത്തിൽ പുറത്തുവന്നത്. നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായ ഗഫൂർ ഹാജി സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. വാതിൽ തുറന്നു നോക്കിയ സഹോദരൻ കണ്ടത് ചലനമില്ലാതെ കിടക്കുന്ന ഹാജിയെയാണ്. വെള്ളിയാഴ്ചയായതിനാൽ സ്വാഭാവികമായ ഹൃദയസ്തംഭനമെന്ന് കരുതി പള്ളിയിൽ കബറടക്കവും നടത്തി. ആർക്കും ഒരു സംശയം തോന്നിയില്ല തുടക്കത്തിൽ. എന്നാൽ ഹാജിയുടെ മരണത്തിന് പിന്നാലെ ആ വീട്ടിലേക്ക് ചിലർ വന്നു തുടങ്ങി. അവർ ചോദിച്ചത് ഒരേ ഒരു കാര്യം: ഹാജി വാങ്ങിയ സ്വർണം എവിടെ? ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 12ഓളം പേർ കണക്കെടുത്തു നോക്കിയ മകൻ മുസാമിൻ ഞെട്ടിപ്പോയി. ഏകദേശം 596 പവൻ സ്വർണം ഹാജി കടം വാങ്ങിയിരിക്കുന്നു. വീട്ടിൽ പരിശോധിച്ചപ്പോൾ ഒരു തരി സ്വർണം പോലുമില്ല. ഇതോടെ മകൻ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കുടുംബത്തിന് ഒരാളെ സംശയമുണ്ടായിരുന്നു: ഹാജിയുടെ ഭാര്യയെ ചികിത്സിക്കാനായി വീട്ടിൽ വരാറുള്ള ഷമീമ എന്ന സ്ത്രീ. പക്ഷേ നാട്ടിൽ വലിയ മതിപ്പുള്ള ഷമീമയെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ഒന്നുമില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. അച്ഛൻ്റെ മരണത്തിന് മകന് സംശയം ബലപ്പെട്ടു. സ്വർണം മോഷ്ടിച്ചവർ പിതാവിനെ കൊലപ്പെടുത്തിയതാകുമോ? ഒടുവിൽ കോടതി അനുമതിയോടെ കബറടക്കി ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. തലയുടെ പിൻഭാഗത്ത് ചെറിയൊരു മുറിവ് ഒഴിച്ചാൽ മറ്റ് പരിക്കുകളില്ല. ലോക്കൽ പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നതും. അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായ ശില്പ IPS എത്തുന്നത്. അവർ കേസ് പഠിച്ചു, പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംശയമുള്ളവരുടെ പട്ടികയിൽ ഷമീമ വീണ്ടും വന്നു. ചോദ്യം ചെയ്യലിനിടെ നാടകീയമായി ഷമീമയും മറ്റൊരു സ്ത്രീയും ആശുപത്രിയിൽ അഡ്മിറ്റായി. പോലീസ് മർദ്ദിച്ചെന്ന് പറഞ്ഞായിരുന്നു പരാതി. എന്നാൽ ഈ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസ് ഞെട്ടിപ്പോയി. ജോലിയൊന്നുമില്ലാത്ത ഇവരുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ. അന്വേഷണം ഷമീമയുടെ ഭൂതകാലത്തിലേക്ക് നീണ്ടു. ഹണി ട്രാപ്പ്, തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകൾ. കൂടോത്രവും മന്ത്രവാദവും നടത്തി ആളുകളെ പറ്റിക്കുന്നതിനാൽ നാട്ടുകാർ ഇവരെ ജിന്നുമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ഹാജിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഷമീമയുമായുള്ള വിചിത്രമായ ഇടപാടുകൾ പുറത്തു വന്നു. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്നും ജിന്നുകളെ പ്രീതിപ്പെടുത്തണമെന്നും പറഞ്ഞ് ഹാജിയെ ഇവർ പൂർണ്ണമായും വിശ്വസിപ്പിച്ചിരുന്നു. ഒടുവിൽ പോലീസ് ആ സത്യം കണ്ടെത്തി. സ്വർണം ഇരട്ടിപ്പിക്കാൻ കന്നഡ സംസാരിക്കുന്ന പാത്തൂട്ടി എന്ന ജിന്നു വരുമെന്ന് ഷമീമ ഹാജിയെ വിശ്വസിപ്പിച്ചു. പൂജയുടെ ഭാഗമായി ഹാജിയുടെ തലയിൽ വെള്ളത്തുണി കെട്ടി. ജിന്നിനെ കാണാനായി തല ഭിത്തിയിൽ മുട്ടിക്കണമെന്ന് പറഞ്ഞ് ഷമീമയും ഭർത്താവ് ഉബൈദും ചേർന്ന് ഹാജിയുടെ തല ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ഭിത്തിയിൽ രക്തം പടരാതിരിക്കാനാണ് തലയിൽ തുണി കെട്ടിയത്. മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കട്ടിലിൽ കിടത്തിയ അവർ സ്വർണവുമായി കടന്നുകളഞ്ഞു. ഷമീമ, ഉബൈദ്, അൽഷിഫ, ആയിഷ എന്നീ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മീയതയുടെയും വിശ്വാസത്തിൻ്റെയും മറവിൽ നടന്ന ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു. അന്ധവിശ്വാസങ്ങൾ മനുഷ്യനെ എത്രത്തോളം അപകടത്തിലേക്ക് ന്യായീകരിക്കുമെന്നതിൻ്റെ വലിയൊരു പാഠമാണ് പൂച്ചക്കാട് നടന്ന ഈയൊരു സംഭവമെന്നുള്ളത്.